നമ്മുടെ ചുറ്റും നമ്മൾക്ക് കണ്ണടച്ചൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ട് അല്ലെ. ശ്വാസം എടുക്കുന്ന ശബ്ദം, ഭക്ഷണം കഴിക്കുന്ന ശബ്ദം, കാറ്റിന്റെ ശബ്ദം, ക്ലോക്കിന്റെ ശബ്ദം, വണ്ടികൾ പോകുന്ന ശബ്ദം, അങ്ങനെ പല ചെറിയ ചെറിയ ശബ്ദങ്ങൾ, നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പല ശബ്ദങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ശബ്ദങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്, നമ്മളെ അത് അഫക്റ്റ് ചെയ്യാറില്ല. പക്ഷെ ചില വ്യക്തികളിൽ ഇങ്ങനത്തെ ശബ്ദങ്ങൾ അവർക്ക് വളരെ ദേഷ്യം വരികയും ഇറിറ്റബിൾ ആവുകയും ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയും വളരെ നെഗറ്റീവ്ലി ഈ ശബ്ദങ്ങളോട് പ്രതികരിക്കുവാനുമുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനെയാണ് നമ്മൾ മിസോഫോണിയ എന്ന് പറയുന്നത്. ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഏർലി അഡൽട്ട്ഹുഡിൽ അല്ലെങ്കിൽ അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് ഇത് കണ്ടുവരുന്നത്. എന്നാൽ ഏത് പ്രായത്തിലും ഇത് കാണാനായിട്ട് സാധിക്കും. പല അസുഖങ്ങളുള്ളവരിൽ ഇത് കാണാനായിട്ട് സാധിക്കും. അതായത് ADHD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ടൂറേറ്റ്സ് ഡിസോർഡർ, ഡിപ്രസീവ് ഡിസോർഡർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, OCD,